ഗൈസ്, സോ ലാസ്റ്റ് സെഷനിൽ നമ്മൾ സോങ്സ് ഒക്കെ ഒന്ന് ആഡ് ചെയ്ത് നമ്മൾ ചെക്ക് ചെയ്തിരുന്നു. ഇവിടെ നമുക്ക് കണ്ടിരുന്നു നമുക്ക് സോങ്സ് വരുന്നില്ല. അപ്പം ഞാൻ ഡാറ്റാബേസ് കയറി ഡാറ്റ ഒന്ന് ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആഡ് ചെയ്ത കോഡ് നമുക്ക് കാണാൻ പറ്റും ഡാറ്റാബേസിൽ. ഇത് MongoDB ഡാറ്റാബേസാണ്. സോ ഞാൻ ചെക്ക് ചെയ്യായിരുന്നു. അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഡാറ്റാബേസിൽ നമ്മൾ ഡാറ്റ ഒക്കെ വന്നിട്ടുണ്ടെന്നുള്ളത്. ഓക്കെ, സോ നമ്മളിപ്പോൾ ഇനി വർക്ക് ചെയ്യാൻ പോകുന്നത് ആക്ച്വലി ക്ലയൻറ്റ് സൈഡിലേക്കാണ് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ പ്രൊജക്റ്റ് ഡയറക്ടറി ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പ്രൊജക്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഓക്കെ, നമ്മൾ പ്രൊജക്റ്റ് ഡയറക്ടറി ഒന്ന് ചെക്ക്, സോറി നോട്ട് ദിസ് വൺ, ഫയൽ ന്യൂ വിൻഡോ, പ്രൊജക്റ്റ് ഞാൻ എക്സ്പോർട്ട് ചെയ്യട്ടെ. ഓക്കെ, ഓൾറെഡി ഓപ്പൺ ആണ്. ഓക്കെ, സോ നമ്മുടെ പ്രൊജക്റ്റ് ഡയറക്ടറി നമ്മളിവിടെ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്ലയൻറ്റിൽ index.js ഉണ്ട് ആക്ച്വലി. സോറി, നമുക്ക് ക്ലയൻറ്റ് ഫോൾഡർ കാണുമ്പോൾ നമ്മൾ മുമ്പ് പറയുന്നു നമുക്ക് ക്ലയൻറ്റ് ഫോൾഡർ ഉണ്ട്, സെർവർ ഫോൾഡർ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഇപ്പോൾ ക്ലയൻറ്റ് ഫോൾഡർ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ index.js നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ ഈ index.js ബേസിക്കലി ഇതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ് നമ്മുടെ അപ്ലിക്കേഷന്. ക്ലയൻറ്റ് സൈഡിൽ നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണിത്. സോ ഈ ഒരു സ്ക്രീനായിരിക്കും യൂസർ ഫസ്റ്റ് കാണുണ്ടാവുക നമ്മുടെ അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴൊക്കെ. ഓക്കെ, സോ ഇവിടെയാണ് നമ്മൾ അപ്പോളോ സെറ്റപ്പും പിന്നെ ഗ്രാഫ്ക്യൂൽ സെറ്റപ്പൊക്കെ ചെയ്യേണ്ടത്. നമ്മൾ സ്ക്രാച്ചിൽ നിന്നായിരിക്കും അതൊക്കെ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, സോ നമ്മുടെ അപ്ലിക്കേഷൻ ഇപ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ റിയാക്ട് അപ്ലിക്കേഷൻ ഈ അപ്പോളോ ക്ലയൻറ്റ് ലൈബ്രറി ഒന്ന് റാപ്പപ്പ് ചെയ്യണം വിത്ത് കുറച്ച് ഹെൽപ്പർ ലൈബ്രറീസ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ റാപ്പപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, സോ അതിന് മുമ്പ് നമ്മളൊരു ഡയഗ്രാം ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം എങ്ങനെയാണ് അപ്പോളോ ക്ലയൻറ്റ് വെച്ചിട്ട് നമ്മൾ വർക്ക് ചെയ്യുക എന്നുള്ളത്. സോ ഇതാണ് ഡയഗ്രാം. സോ ഈ ഡയഗ്രാം ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വാർത്ത പറഞ്ഞു റിയാക്ട് ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഗ്രാഫിക്കൽ സർവറായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളത് ചെറിയൊരു ഐഡിയ ആണ് ഈ ഡയഗ്രാം സൂചിപ്പിക്കുന്നത്. ഓക്കെ, നമ്മുടെ റിയാക്ട് ആപ്ലിക്കേഷൻ നമ്മൾ എഴുതിയിരിക്കുന്നത് എന്താണ്, അത് വ്യൂ ലെയർ ആണ്. ഓക്കെ, യൂസറിന് കാണാൻ വേണ്ടിയിട്ടുള്ള വ്യൂ ലെയർ ആണിത്. ഇത് ചെറിയ പീസ് ഓഫ് കോഡാണ് നമ്മളിപ്പോൾ എഴുതുന്നുണ്ടാവുക. ഓക്കെ, സോ ഹിയർ ലൈക്ക് നമുക്ക് ഇനി നമുക്ക് ഇനി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മുടെ റിയാക്ട് ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഗ്രാഫിക്കൽ സർവറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഇപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് മനസ്സിലാവും ഈ റിയാക്ട് ആപ്ലിക്കേഷനും ഗ്രാഫ്ക്യൂൽ സർവറിൻ്റെ ഇടയിൽ നമ്മൾ 2 ഡിഫറെൻറ്റ് ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. ഒന്നാമത്തത് അപ്പോളോ പ്രൊവൈഡറും രണ്ടാമത്തത് അപ്പോളോ സ്റ്റോറും ആക്ച്വലി. ഓക്കെ, സോ അപ്പോളോ സ്റ്റോർ എന്തിനാണെന്ന് വെച്ചാൽ അത് ഗ്രാഫിക്കൽ സർവറായിട്ട് ഡയറക്റ്റ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അവിടുന്ന് വരുന്ന ഡാറ്റയൊക്കെ അത് സ്റ്റോർ ചെയ്യും. ഗ്രാഫിക്കലിന് വരുന്ന ഡാറ്റ ഒക്കെ സ്റ്റോർ ചെയ്യും. ഓക്കെ, സോ നമുക്ക് ഇങ്ങനെ ആലോചിക്കാൻ വേണമെങ്കിൽ അപ്പോളോ സ്റ്റോർ എന്ന് പറഞ്ഞാൽ അത് ക്ലയൻറ്റ് സൈഡിൽ നമ്മുടെ അപ്ലിക്കേഷനിലെ ഡാറ്റകളൊക്കെ സ്റ്റോർ ചെയ്യുന്ന ഒരു പ്ലേസ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ആലോചിക്കാം. ഓക്കെ, സോ അപ്പോളോ സ്റ്റോർ നമ്മൾ പറഞ്ഞു ക്ലയൻറ്റ് സൈഡ് റെപ്പോസിറ്ററി ആണ്. അതായത് ഗ്രാഫിക്കൽ സർവർ എന്ന് പറയുന്ന ഡാറ്റ ഒക്കെ ഓൾറെഡി അതിലുണ്ടാകും എന്നുള്ളത്. പക്ഷേ ഈ അപ്പോളോ സർവറിന് ഈ നമ്മൾ യൂസ് ചെയ്യുന്ന റിയാക്റ്റ് ആണോ ആംഗുലർ ആണോ വ്യൂ ആണോ അതൊന്നും അറിയില്ല ആക്ച്വലി. അതറിയേണ്ട ആവശ്യമില്ല. അപ്പോളോ സർവർ കെയർ ചെയ്യില്ല ആക്ച്വലി നിങ്ങൾ എന്ത് ഫ്രണ്ട് ടെക്നോളജിയാണ് യൂസ് ചെയ്യണമെന്നുള്ളത്. ഓക്കെ, അതൊരു സ്റ്റാൻഡേർഡ് ആപ്ലിക്കേഷൻ പോലെയാണ് ആക്ച്വലി അപ്പോളോ സ്റ്റോർ വർക്ക് ചെയ്യിക്കുക. ഓക്കെ, സോ ഇനി ഈ അപ്പോളോ സ്റ്റോറും റിയാക്ട് ആപ്ലിക്കേഷനും സോ ഇതിനു കമ്മ്യൂണിക്കേഷൻ ഇല്ലല്ലോ. ലൈക്ക് നമുക്ക് അറിയില്ലല്ലോ, അപ്പോളോ സ്റ്റോറിന് അറിയില്ല എന്ത് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യണമെന്നുള്ളത്. സോ ഈ അപ്പോളോ സ്റ്റോറും ഈ നമ്മുടെ എഴുതിയ റിയാക്ട് ആപ്ലിക്കേഷനും ഈ ഇൻറ്റിഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്താ പറയുക അപ്പോളോ പ്രൊവൈഡർ യൂസ് ചെയ്യാം. ഓക്കെ, സോ അപ്പോളോ പ്രൊവൈഡർ എന്ന് ചോദിച്ചാൽ ആ സ്റ്റോറിൽ നിന്നുള്ള ഡാറ്റയൊക്കെ എടുത്തിട്ട് നമ്മുടെ റിയാക്ട് ആപ്ലിക്കേഷനിൽ ഇൻജെക്റ്റ് ചെയ്യും. അതാണ് അപ്പോളോ പ്രൊവൈഡർ ചെയ്യുക. സോ നമ്മൾ കൂടുതൽ കോൺഫിഗറേഷൻ നമ്മൾ അപ്പോളോ ലെയറിലാണ് നമ്മൾ എഴുതുന്നത്. സോ അപ്പോളോ സ്റ്റോർ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു അത് സ്റ്റാൻഡേർഡ് ആപ്ലിക്കേഷൻ പോലെയാണ്. നമ്മളധികം ടച്ച് ചെയ്യേണ്ടി വരില്ല. കാരണം ഓൾറെഡി ഇൻബിൽറ്റഡ് സ്റ്റാൻഡേർഡ് ആപ്ലിക്കേഷൻ പോലെയാണ്. നമ്മൾ റിയാക്റ്റും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് പിന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അപ്പോളോ പ്രൊവൈഡറിലേക്കാണ് നമ്മൾ കൂടുതൽ വർക്ക് ചെയ്യുന്നത്. സോ ഈ അപ്പോളോ സ്റ്റോറിൻ്റെ കേസിൽ വരുമ്പോൾ അധികം നമ്മൾ കോൺഫിഗറേഷൻ ചെയ്യേണ്ടി വരുന്ന ആവശ്യമില്ല. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കോഡ് എഡിറ്ററിൽ index.js എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇതാണ് നമ്മുടെ വ്യൂ ലെയർ എന്ന് പറഞ്ഞു, സ്റ്റാർട്ടിംഗ് ആപ്ലിക്കേഷൻ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്നുള്ളത്. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഈ റൂട്ട് കമ്പോണൻറ്റ് ഇതൊരു കമ്പോണൻ്റ് ആണല്ലോ. റൂട്ട് കമ്പോണൻറ്റ് നമുക്ക് മോഡിഫൈ ചെയ്യേണ്ട കാര്യമുണ്ട്. ഇത് ബേസിക് ഡീറ്റെയിൽസ് മാത്രമേ ഇതിൽ കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ എന്ന് വെച്ചാൽ ഒരു അപ്പോളോ ക്ലയൻറ്റ് ക്രിയേറ്റ് ചെയ്യണം, എന്നിട്ട് അതിൻ്റെ സെറ്റപ്പ് ചെയ്യണം, അതൊക്കെ ചെയ്യാനുണ്ട്.
സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ പാക്കറ്റ് ഡോട്ട് JS നോക്കിക്കഴിഞ്ഞാൽ അതിലുണ്ടാവും ആക്ച്വലി എന്ന് പറയാം ഈ അപ്പോളോ ക്ലൈൻ്റ് ഒക്കെ ഓൾറെഡി നമ്മൾ മെൻഷൻ ചെയ്യുന്നുണ്ട് പാക്കറ്റ് ഡോട്ട് JS ഉള്ളത്. സോ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തു, npm ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ചെയ്തില്ലെങ്കിൽ ഒന്നും കൂടി ചെയ്യുക. സോ ഈ ലൈബ്രറീസൊക്കെ ഇൻസ്റ്റാൾ ആയിക്കോളും നിങ്ങളുടെ പ്രൊജക്റ്റിൽ. ഓക്കെ, അത് ഇൻസ്റ്റാൾ ആയ ശേഷം നമുക്ക് ഇനി എന്ന് വെച്ചാൽ നമ്മളത് ഇമ്പോർട്ട് ചെയ്യണം ഈ അപ്പോളോ ക്ലൈൻറ്റ്. അപ്പം ഞാനിവിടെ ഫസ്റ്റ് ഇമ്പോർട്ട് ചെയ്യണം. ഇമ്പോർട്ട് അപ്പോളോ ക്ലൈൻറ്റ് ഫ്രം അപ്പോളോ ക്ലൈൻറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോ നമ്മളത് ഇമ്പോർട്ട് ചെയ്തു. ഈ അപ്പോളോ ക്ലൈൻറ്റ് എന്തിനാണെന്ന് വെച്ചാൽ അതാണ് നമ്മുടെ ഗ്രാഫ്ക്യൂൽ സെർവറിനായിട്ട് ബാക്കിലുള്ള ഗ്രാഫ്ക്യൂൽ സെർവറിനായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യിക്കുന്നത് ആക്ച്വലി. ഓക്കെ, സോ ഇവിടെ എന്ന് വെച്ചാൽ ഇതെന്ന് വെച്ചാൽ ഇത് ബാക്ക് എൻഡിൽ ഇത് റിക്വസ്റ്റ് മേക്ക് ചെയ്യും ബാക്ക് എൻഡിലേക്ക്. ഓക്കെ, എന്നിട്ട് വരുന്ന ഡാറ്റയൊക്കെ അത് സ്റ്റോർ ചെയ്യും. റെസ്പോൺസ് വരുന്ന ഡാറ്റയൊക്കെ അത് ലോക്കലി സ്റ്റോർ ചെയ്തോളും. ഓക്കെ, ഇനി നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് അപ്പോളോ പ്രൊവൈഡറാണ് ഇമ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പോളോ പ്രൊവൈഡർ ഫ്രം റിയാക്ട് അപ്പോളോ. സോ നമ്മളിപ്പോൾ രണ്ട് ഇമ്പോർട്ട് ചെയ്തു. ഓക്കെ, ഇനി നമുക്കെന്ന് വെച്ചാൽ നമുക്കത് എടുത്ത് വെച്ചിട്ടുള്ളൂ, നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. അത് നമുക്ക് യൂസ് ചെയ്യണം. യൂസ് ചെയ്യുന്ന എവിടെ വെച്ചാൽ നമ്മൾ റൂട്ട് കമ്പൗണ്ടിലാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ റൂട്ട് കമ്പൗണ്ടിൽ നമ്മളിത് മോഡിഫൈ ചെയ്യേണ്ട കാര്യമുണ്ട്. അപ്പം ഞാനിവിടെ റിട്ടേണിൽ ഓക്കെ റിട്ടേണിൽ ഞാൻ നമ്മളെ അപ്പോളോ പ്രൊവൈഡർ ഉണ്ടല്ലോ അത് നമ്മൾ റാപ്പപ്പ് ചെയ്യാണ്. ഓക്കെ, അപ്പോളോ പ്രൊവൈഡർ നമ്മൾ റാപ്പപ്പ് ചെയ്ത് വെച്ചു. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അപ്പോളോ ക്ലൈൻറ്റ് ഇവിടെ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളൂ, അതിൻ്റെ ഒരു ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് ആ ഇൻസ്റ്റൻസ് അപ്പോളോ പ്രൊവൈഡറിലേക്ക് നമുക്ക് പാസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, അത് എങ്ങനെയാണെന്ന് വെച്ചാൽ റൂട്ടിന് മുമ്പ് കോൺസ്റ്റ് equal to new അപ്പോളോ ക്ലൈൻറ്റ് നമ്മൾ ഇൻസ്റ്റൻസ് വിളിച്ചിട്ട് അതിൻ്റെ empty ഒബ്ജക്റ്റാണ് ഞാൻ പാസ് ചെയ്യുന്നത് അപ്പോളോ ക്ലൈൻറ്റ് ഉള്ളിൽ. ഓക്കെ, സോ ഇതൊരു ഇപ്പോൾ ഈ ക്ലൈൻറ്റ് എന്ന് പറഞ്ഞ ഒരു നമ്മൾ അപ്പോളോ ക്ലൈൻറ്റ് ഒരു ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് അതിൽ ആ ക്ലൈൻറ്റിലാണ് നമ്മൾ പാസ് ചെയ്യുന്നത്. ക്ലൈൻറ്റ് എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് പാസ് ചെയ്യുന്ന ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് എന്നിട്ട് അത് യൂസ് ചെയ്യണം. നമുക്ക് ആ ക്ലൈൻറ്റ് എന്നുള്ളത് നമുക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ അത് യൂസ് ചെയ്യില്ല, അത് പാസ് ചെയ്യണം. നമ്മുടെ അപ്പോളോ പ്രൊവൈഡറിലേക്ക് നമുക്ക് പാസ് ചെയ്യണം ഈക്വൽ ടു ക്ലൈൻറ്റ് സേവ്. ഓക്കെ, സോ നമ്മൾ അപ്പോളോ പ്രൊവൈഡറിൽ നമ്മളത് പാസ് ചെയ്തു. ഇനി നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. നിങ്ങൾ റിഡക്സ് ഒക്കെ റിയാക്റ്റ് അറിയണവർക്ക് എന്തായാലും മോസ്റ്റ് റിഡക്സ് അറിയുണ്ടാവും. സോ റിഡക്സ് അറിയുന്നവർക്ക് ലൈക്ക് ഇത് സിമിലർ ആണല്ലോ, റിഡക്സിനായിട്ട് സിമിലർ ആണല്ലോ എന്നൊക്കെ തോന്നുന്നുണ്ടാവും. ഓക്കെ, സോ അറിയില്ലെങ്കിൽ റിഡക്സ് അറിയില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഈ സെറ്റപ്പ് ജസ്റ്റ് വൺ ടൈം സെറ്റപ്പാണ്. ഇതൊന്നും ലൈക്ക് നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഈസി ആയി വരും. പക്ഷേ ഞാൻ പരമാവധി എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട് എന്തുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ യൂസ് ചെയ്യണമെന്നുള്ളത്. ഓക്കെ, സോ നമ്മളിപ്പോൾ അപ്പോളോ പ്രൊവൈഡർ ആഡ് ചെയ്ത് കഴിഞ്ഞു, നമ്മൾ ക്ലൈൻറ്റും പാസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ വെച്ചാൽ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം അപ്പോളോ ക്ലൈൻറ്റ്, ഈ അപ്പോളോ ക്ലൈൻറ്റിൽ നമ്മൾ എന്താ കൊടുത്തേക്കുന്നത്, empty ഒബ്ജക്റ്റാണ് കൊടുത്തിരിക്കുന്നത്, ഒന്നും കൊടുത്തിട്ടില്ല. സോ നമുക്ക് നമ്മളിവിടെ മെൻഷൻ ചെയ്തിട്ടില്ല അപ്പോളോ ക്ലൈൻറ്റിൽ എവിടെയാണ് നമ്മുടെ ഗ്രാഫ്ക്കിൻ്റെ URL ഉള്ളത്, അത് പാസ് ചെയ്യണം, അതൊന്നും നമ്മളിവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. ഓക്കെ, സോ നമ്മളിപ്പോൾ server.js നിങ്ങൾ സർവറിൽ server.js ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മളിവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട് /graph. സോ നമ്മൾ മുമ്പ് പറഞ്ഞു, ഇത് നമ്മുടെ മുമ്പത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് /graph എന്ന് പറഞ്ഞ റൗട്ടിൽ നിന്ന് ഏത് റിക്വസ്റ്റ് വന്നാലും ഇതിലേക്ക് വരണം, കൺട്രോൾ ഇതിലേക്ക് വരണം, ഇതിൽ നിന്ന് വിടണം എന്നുള്ളത്. ഓക്കെ, പക്ഷെ നമ്മുടെ index.js നമ്മൾ മെൻഷൻ ചെയ്യുന്നില്ല അങ്ങനെ വേണമെന്നുള്ളത്. നമ്മൾ /GraphQL എന്ന് പറഞ്ഞാൽ GraphQLിലേക്കാണ് പോകേണ്ടത് എന്നുള്ളത് മെൻഷൻ ചെയ്യുന്നില്ല. എസ്പെഷ്യലി അപ്പോളോ ക്ലൈൻറ്റിൽ നമ്മൾ മെൻഷൻ ചെയ്യുന്നില്ല. ഇത് എന്തുകൊണ്ട് അങ്ങനെ ചെയ്യാത്തതെന്ന് വെച്ചാൽ അപ്പോളോ ക്ലൈൻറ്റ് അത് അസ്യൂം ചെയ്യും ആക്ച്വലി ഓൾറെഡി ഉള്ളിൽ അതിൽ കോഡ് ചെയ്തിട്ട് എന്ന് വെച്ചാൽ GraphQL സെർവർ /GraphQL സെർവർ അവൈലബിൾ ആണ് എന്നുള്ളത് അപ്പോളോ ക്ലൈൻറ്റിൽ എഴുതിയിട്ടുണ്ട്.
നിങ്ങൾക്ക് മനസ്സിലായോ? എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ മെൻഷൻ ചെയ്യണം, എനിക്ക് ഇവിടുന്ന് വരുന്ന റിക്വസ്റ്റ് സ്ലാഷ് ഗ്രാഫ് ക്യൂ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടേക്ക് പോകണം, ഇങ്ങോട്ടേക്ക് പോകണം എന്നുള്ളത് മെൻഷൻ ചെയ്യണം നമ്മൾ അപ്പോളോ ക്ലയൻറ്റിൽ. പക്ഷെ അത് മെൻഷൻ ചെയ്യാത്തതെന്ന് വെച്ചാൽ അവർ ഇൻബിൽട്ട് എഴുതി വെച്ചിട്ടുണ്ട് കോഡ്, അസ്യൂം അതിൻ്റെ ഉള്ളിൽ അപ്പോളോ ക്ലയൻറ്റിൽ എഴുതിയിട്ടുണ്ട് ഓൾറെഡി സ്ലാഷ് ഗ്രാഫ് ക്യൂ എൽ എന്ന് പറഞ്ഞ കോഡ് എല്ലാം ഗ്രാഫ് ക്യൂ എൽ സെർവർ അവൈലബിൾ ആണ്, അതിലേക്ക് പാസ് ചെയ്യേണ്ടതാണ് എന്നുള്ളത് എഴുതിയിട്ടുണ്ട്. സോ ഇങ്ങനത്തെ അസംഷൻസ് ഒക്കെ ലൈക്ക് കോഡൊക്കെ നമ്മൾ അപ്പോളോ ക്ലയൻറ്റിൽ അവർ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ സോ അതിൻ്റെ അഡീഷണൽ കോൺഫിഗറേഷൻ ഒന്നും നമ്മളിപ്പോൾ എഴുതേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ നമ്മൾ മെൻഷൻ ചെയ്യണം. ഇപ്പോൾ നമ്മുടെ ആ പാത്തും ഡിഫറെൻ്റ് ആണെങ്കിൽ നമ്മൾ മെൻഷൻ ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഓൾറെഡി സ്ലാഷ് ഗ്രാഫ് ക്യൂ ആണ് നമ്മളിവിടെ സെർവറിൽ ഓൾറെഡി കൊടുത്തിട്ടുള്ളത്. സോ നമുക്കത് കോൺഫിഗർ ചെയ്യേണ്ട ആവശ്യമില്ല. സോ നമ്മുടെ കോൺഫിഗറേഷൻ്റെ ഒരു എഫർട്ട് ഇത്തിരി കുറഞ്ഞു എന്ന് പറയാൻ പേരിന്. സോ അത് ആക്ച്വലി അപ്പോളോ ക്ലയൻറ്റിൽ ഉള്ളിൽ അവർ എഴുതിയ കോഡുകൾ ആക്ച്വലി അതിൻ്റെ ഉള്ളിൽ അവർ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് ആ ലൈബ്രറിയുടെ ഉള്ളിൽ. സോ നമ്മുടെ പണി ഇത്തിരി കുറഞ്ഞെന്നറിയാം. ഓക്കെ, സോ ഇതൊരു മിനിമം കോൺഫിഗറേഷനാണ് അപ്പോളോൻ്റെ നമ്മൾ ഇത്രയും നേരം ചെയ്തത്. ഇനി ഞാൻ സേവ് ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ സെർവർ ഓൾറെഡി റണ്ണിങ് ആയിരുന്നു. സോ നമ്മൾ എഴുതിയ കോഡ് വർക്ക് ചെയ്യിക്കേണ്ടവർക്ക് പുതിയ ടാബ് ഓപ്പൺ ചെയ്തിട്ട് ലോക്കൽ ഹോസ്റ്റ് :4000 എന്ന് പറഞ്ഞ് മാത്രം കൊടുത്താൽ മതി. കാരണം നമ്മുടെ റിയാക്ട് കമാൻഡ് ലോഡ് ആവുന്നുണ്ടോ എന്ന് അറിയാനാണ്. സോ എന്താ നമ്മുടെ ലിറിക്കലിൽ നിന്ന് വന്നിട്ടുണ്ട്. സോ നമ്മുടെ ആപ്ലിക്കേഷൻ അവിടെ കറൻ്റ് റണ്ണിങ് ആണ്. സോ ഇത് നമ്മുടെ വ്യൂ ലെയർ ആണ്. കറൻ്റ് റിയാക്ട് ആപ്ലിക്കേഷൻ നമ്മൾ ഇത്ര എഴുതിയിട്ടുള്ളൂ ഡിവിൻ്റെ ഉള്ളിൽ, അതാണ് അത് കാണുന്നത്. സോ നമ്മുടെ ആപ്ലിക്കേഷനിൽ കാര്യമായിട്ട് എററൊന്നുമില്ല. അത് അത്യാവശ്യം വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇത്ര എഴുതിയ കോൺഫിഗറേഷനിൽ എററൊന്നുമില്ല, വർക്ക് ചെയ്യേണ്ടതുള്ളത്. സോ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് റാപ്പപ്പ് ചെയ്യാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആസ് യൂഷ്വൽ കമൻസിൽ മെൻഷൻ ചെയ്യുക. ഐ വിൽ ട്രൈ ടു സോർട്ട് ഇറ്റ് ഔട്ട്. സോ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ റാപ്പപ്പ് ചെയ്യാണ്. താങ്ക്സ് ലോട്ട്, ബൈ.